മൈ ആസ്ട്രോവിനിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. 2026 മെയ് 2 ചൊവ്വ ഉദയം ചെയ്യാനായിട്ട് പോവുകയാണ്. ഇങ്ങനെ ചൊവ്വ ഉദയം ചെയ്യുന്നത് വഴിയുണ്ടല്ലോ, 12 രാശികളിലെ 5 രാശികൾക്ക് ഒരു ഭാഗ്യത്തിന്റെ നിറകുടം തന്നെ ലഭിക്കാനായിട്ട് പോവുകയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. നിങ്ങളുടെ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന ഭാഗ്യരാശികൾ ഉണ്ടോ എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും പരിശോധിക്കുക. വേദ ജ്യോതിഷത്തില് ചൊവ്വയെ ശക്തിയുടെയും ഊർജത്തിന്റെയും പ്രതീകമായിട്ടാണ് കണക്കാക്കുന്നത്. ജ്യോതിഷത്തിലെ കണക്കുകൾ പ്രകാരം 2026 മെയ് 2 പുലർച്ചെ 4:30 ചൊവ്വ ഉദിക്കാനിരിക്കുകയാണ്. ഒരു ഗ്രഹം സൂര്യനോട് വളരെ അടുത്തെത്തിയാൽ അതിന്റെ ശക്തി കുറഞ്ഞതായിട്ടാണ് കണക്കാക്കപ്പെടുക. അതിനെ നമ്മൾ അസ്തമയം എന്നാണ് വിളിക്കുന്നത്. അതേസമയം നേരെ മറിച്ച് സൂര്യനിൽ നിന്ന് അകന്ന് വീണ്ടും ദൃശ്യമാകുമ്പോൾ അതിന്റെ ശക്തി വീണ്ടെടുക്കുകയും ഈ അവസ്ഥയെ നമ്മൾ ഉദയം എന്ന് വിളിക്കുന്നു. ഈ സാഹചര്യത്തില് നമുക്ക് മെയ് 2 ചൊവ്വയുടെ ഉദയം ഉണ്ടല്ലോ, ചില രാശിക്കാരുടെ ജീവിതത്തിൽ ശ്രദ്ധേയമായ മാറ്റങ്ങളാണ് സൃഷ്ടിക്കാനിടയുള്ളത്. ഇപ്പൊ പ്രത്യേകിച്ചിട്ട് 5 രാശിക്കാർക്ക് ഈ കാലഘട്ടം ഏറെ അനുകൂലമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ആ ഭാഗ്യരാശികൾ ആരൊക്കെയെന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ ഇന്നത്തെ അധ്യായത്തിൽ കൂടി പരിശോധിക്കാം. മേടം, ചിങ്ങം, തുലാം, വൃശ്ചികം, മകരം ഇവയാണ് ആ ഭാഗ്യരാശികൾ. നമുക്ക് ആദ്യം മേടരാശിയിൽ തുടങ്ങാം. മേടം രാശിയുടെ അധിപതി ചൊവ്വയായത് കൊണ്ട് തന്നെ ചൊവ്വയുടെ ഉദയം നിങ്ങൾക്ക് അനുകൂല സൂചനകളാണ് നൽകപ്പെടുന്നത്. ഇതുവരെ മുടങ്ങിയിരുന്ന കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കാൻ ഈ സമയം നിങ്ങളെ സഹായിക്കും. തൊഴിൽ രംഗത്ത് മുന്നേറ്റത്തിനുള്ള പുതിയ അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയും കരിയറിൽ പുരോഗതി ഉണ്ടാവുകയും ചെയ്യും. ആരോഗ്യനിലയിൽ മെച്ചം കാണാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. കൂടാതെ സാമ്പത്തിക നിലയും കൂടുതൽ ശക്തമായിട്ടുള്ള ഒരു ഘട്ടം തന്നെയാണ് ഇത്. അടുത്തത് ചിങ്ങം രാശി. ചിങ്ങം രാശിക്കാർക്ക് ഈ കാലയളവിൽ തൊഴിൽ സാഹചര്യത്തിൽ വ്യക്തമായ പുരോഗതിയാണ് ഉണ്ടാവാനായിട്ട് പോകുന്നത്. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ട സാഹചര്യം നിങ്ങൾക്ക് വരാം. ഇത് നിങ്ങളുടെ കഴിവിനും പ്രതിഭയ്ക്കും കൂടുതൽ അംഗീകാരം നേടിക്കൊടുക്കും. കൂടാതെ സ്ഥാനക്കയറ്റത്തിനും വരുമാന വർധനയ്ക്കും ശക്തമായ ഒരു സാധ്യതയാണ് കാണപ്പെടുന്നത്. അടുത്തത് തുലാം രാശി. ഈ കാലഘട്ടം സാമ്പത്തികമായിട്ട് ഏറെ അനുകൂലമായിരിക്കും. പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നു വരാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. കുടുംബത്തോടൊപ്പം നല്ല രീതിയിൽ സമയം ചെലവഴിക്കാനും ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കാനും നിങ്ങൾക്ക് കഴിയും. വീടിന്റെ അന്തരീക്ഷവും സന്തോഷവും സമാധാനവും നിറഞ്ഞതായിട്ട് മാറും. അടുത്തത് വൃശ്ചികം രാശി. വൃശ്ചിക രാശിക്കാർക്ക് ചൊവ്വയുടെ ഉദയം മുൻകാല തർക്കങ്ങളിൽ നിന്ന് ആശ്വാസം നൽകുന്ന ഘട്ടമായിട്ടാണ് മാറുക. മനസ്സിലെ സമാധാനവും വ്യക്തതയും അനുഭവപ്പെടും. സ്വത്ത് ഇടപാടുകളിലൂടെയോ നിക്ഷേപങ്ങളിലൂടെയോ നേട്ടങ്ങൾ നേടാനുള്ള ഒരു സാധ്യത ഉയർന്നു കാണുന്നുണ്ട്. ഇതോടൊപ്പം സാമ്പത്തിക നിലയിൽ വ്യക്തമായ പുരോഗതിയും നിങ്ങൾക്ക് കാണാം. അവസാനമായിട്ട് മകരരാശിയാണ്. മകരരാശിക്കാർക്ക് ദീർഘകാലമായിട്ട് നേരിട്ടിരുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ആശ്വാസം ലഭിക്കുന്ന ഒരു ഘട്ടമാണ് ഇത്. തടസ്സപ്പെട്ടിരുന്ന പണം തിരികെ ലഭിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. കൂടാതെ ആരോഗ്യനിലയിലും വ്യക്തമായ ഒരു മെച്ചം തന്നെ നിങ്ങൾക്ക് അനുഭവപ്പെടും. രാശിഫലം ഇഷ്ടമായെങ്കിൽ തുടർന്ന് കാണുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം.